ഇടുക്കി കഞ്ഞിക്കുഴിയിൽ വനവാസി യുവാവിന്റെ JCB നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ ഇടപെട്ട് വനമന്ത്രി. മൂന്നാർ DFOയോട് കേസിന്റെ വിവരങ്ങൾ തേടി. ഇതോടെ 5 വർഷമായി കാട് പിടിച്ച് കിടക്കുന്ന JCB തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അജീഷ്. ജനം ഇമ്പാക്ട്. എന്റെ ജന്മങ്ങളിലെ ഓപ്പറേറ്റീവ് ഫീൽഡിൽ ഞാൻ ഉണ്ടാക്കിയ പൈസ കൊണ്ട് എന്റെ മിച്ചപ്പച്ച പൈസ ഉണ്ടാക്കിയ സാധനം 5 വർഷം മുന്നേ പോയാ ഞാൻ കരക്കാരുടെ വണ്ടിയെ പണിക്ക് പോയി ഉണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കാനേ പോയി. ആ നികത്ത ജീവി മതി അവരെ അവരെ വെള്ളം കുടിച്ച് പഠിക്കില്ല സാധി. വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത തന്റെ ഏക ജീവനോപാധിയായ JCB തിരികെ ലഭിക്കുന്നതിനായി കഴിഞ്ഞ 5 വർഷമായി പോരാടുകയാണ് അജീഷ്. വനം വകുപ്പിന്റെ ചതി തുറന്നുകാട്ടാൻ അജീഷിന് ജീവൻ തന്നെ പണയം വെക്കേണ്ടി വന്നു. ഇതിന് പിന്നാലെയാണ് വനം വകുപ്പ് നടപടികൾ ആരംഭിച്ചത്. ജനം TV വാർത്തയ്ക്ക് പിന്നാലെ സംഭവവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും തേടി വനം മന്ത്രി ഷിബു ബേബി ജോൺ മൂന്നാർ DFOയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കേസിന്റെ നിലവിലെ സ്ഥിതിയും ഇതുവരെ സ്വീകരിച്ച നടപടികളും DFO മന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട്. ജനറേറ്റർ ഉണ്ട് കാര്യം അത്രയും കാര്യങ്ങൾ അറിയാം. അതിനുള്ളിൽ ഞാൻ പണവ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിയുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ രജീഷെ നീ ഈ നാട്ടിൽ പണിയേണ്ട നീ എനിക്ക് വണ്ടി വിട്ട് തന്നില്ലെങ്കിൽ നിന്നെ കൊണ്ട് നാളെ ഒരു വിധത്തിലും പണിയിപ്പിക്കത്തില്ല, നിനക്കൊരു 15 ദിവസം കഴിഞ്ഞ് വണ്ടി വിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി ആയതുകൊണ്ട് ഞാൻ കൊണ്ട് അത് എൻ്റെ വണ്ടി തന്നെ ആയതുകൊണ്ട് ഞാൻ കൊണ്ടിട്ട് കൊടുത്തു. 5 വർഷമായി അനുഭവിക്കുകയാണെന്ന്. 2020 വീട് പണിയുന്നതിനായി മണ്ണ് മാറ്റുന്നതിനിടെയാണ് അജീഷിനെതിരെ വനം വകുപ്പ് കേസെടുത്തത്. വനഭൂമിയിൽ അതിക്രമിച്ച് കയറിയെന്നായിരുന്നു കേസ്. ശേഷം 2021 വാഹനം കസ്റ്റഡിയിലെടുക്കുന്നത്. വനം വകുപ്പിന്റെ കണക്ക് പ്രകാരം ഉണ്ടായത് 700 രൂപയുടെ നഷ്ടം മാത്രം. പക്ഷേ വനം വകുപ്പിന്റെ പിടിവാശിയും ഉദ്യോഗസ്ഥരുടെ ചതിയും അജീഷിന്റെ ജീവിതം തന്നെ തകർത്തു. വിഷയത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗവും വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ജനം, ഇടുക്കി.